ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ സംസാരത്തിനിടയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ഒന്നും കൂടി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് കുറച്ച് ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ചിക്കൻ കറി. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2.5 സ്പൂണോളം മല്ലിപ്പൊടി, ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 സ്പൂണോളം കറി മസാലപ്പൊടി, ഇതും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 സ്പൂണോളം മുളക് പൊടി, 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇത് എല്ലാം കൂടി എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മസാലയുടെ മണമൊക്കെ മാറാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലോട്ട് നമുക്ക് ഈ മസാല മുഴുവനും പുരട്ടി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാ ചിക്കനിലും അങ്ങോട്ട് കയറി പിടിക്കുന്ന വിധത്തിൽ വേണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ചിക്കൻ കറി. കണ്ടില്ലേ, ഇതിപ്പോൾ എല്ലായിടത്തും ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് 25 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന്
വെയിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.